പക്ഷെ ഏറ്റവും ഗുരുതരമായ ഒരു വിവരമാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുൻ മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി, ശബരിമലയിലെ മുൻ മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി പറയുകയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രി കണ്ഠര് രാജീവ് അവരുടെ നോമിനിയാണ്. അപ്പോ ഈ പോറ്റിയുമായി ഏറ്റവും അടുത്ത ബന്ധം ഈ തന്ത്രി കണ്ഠര് രാജീവനുണ്ട് എന്ന് ദേവസ്വം ബോർഡിന് ഇദ്ദേഹം ഒരു കത്ത് എഴുതിയിരുന്നു. ആ കത്താണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ആ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി രാജീവരും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത്. നമ്മൾ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് തന്ത്രി ഇക്കാര്യത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു ചോദ്യം. കാരണം തന്ത്രി അയ്യപ്പൻ മൈനറാണ്, സ്വാഭാവികമായ അയ്യപ്പനെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം തന്ത്രിക്കാണ്. തന്ത്രി അറിയാതെ അവിടെ ഒന്നും നടക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ കൃത്യമായി ആ വാർത്ത ഇങ്ങനെ ശങ്കരൻ നമ്പൂതിരിയുടെ കത്തുകൾ ഇങ്ങനെ പുറത്തു വരുമ്പോൾ ഇത്രയും നാള് മറഞ്ഞിരുന്ന കാട്ടുകള്ളൻ തന്ത്രിയാണോ? അല്ല, ഈ കത്ത് വളരെ ഗുരുതരമായ ഒരുപാട് പ്രശ്നങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നു, ഏറ്റവും കൂടുതൽ ഭക്ത്യാദരപൂർവം കണ്ടിരുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ കണ്ഠര് രാജീവ് എന്ന് പറയുന്ന അവിടുത്തെ മേൽശാന്തി. നമ്മൾ ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം എത്രയോ ഉയർന്നതാണ്. ആ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു ഭക്തനും ഒരിക്കൽ പോലും കരുതാൻ പോലും കഴിയാത്ത തരത്തിലുള്ള കളവ് നടത്തിയ ഒരാളായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു വാചാലമായ പ്രഖ്യാപനമാണ് ശരിക്കും പറഞ്ഞാൽ ശങ്കരൻ നമ്പൂതിരിയുടെ കത്ത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ കത്ത് എനിക്ക് തോന്നുന്നു അന്വേഷണ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട തെളിവായിട്ട് മാറും.